ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ഹെയർ ആക്സറീസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സമചതുരത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എത്ര വലുതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാൻ അപ്പോൾ അത് അളന്ന് മുറിച്ചിട്ടൊന്നുമല്ല, ഒരളവിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ പകുതി ഉണ്ടല്ലോ, പകുതി നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. ഇങ്ങനെയും അതുപോലെ ഈ ഒരു ഭാഗത്തേക്കും കണ്ടോ, സമചതുരമാണ്, അതുകൊണ്ടാണ് രണ്ട് ഭാഗം ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്കിപ്പോൾ ഇവിടെ ഒരു അടയാളം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കത് മനസ്സിലാവും. എന്നിട്ട് ഇവിടെ ഇങ്ങനെയും ഈ ഭാഗത്ത് ഇങ്ങനെയും കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ അടയാളം വരച്ച ഭാഗത്ത് ഇനി ഒരു കട്ടിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഇട്ടാൽ മുറിച്ച് മാറ്റിയ ഭാഗം അടയാളം ഉള്ളതിൻ്റെ കുറച്ച് താഴായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഈ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ വരച്ച ഭാഗത്താണ് കേട്ടോ. നമ്മൾ പകുതി മാർക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, ആ ഭാഗത്തായിട്ടാണ് ഈ ഒരു കട്ടിട്ട് കൊടുക്കേണ്ടത്. മുഴുവൻ കട്ട് ചെയ്ത് മാറ്റണ്ട. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ 4 ഭാഗവും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാനിവിടെ B7000 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഗ്ലൂ ഗണ്ണാണ് നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റിലൊക്കെ ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു ചെറിയൊരു ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് നമ്മൾ കറണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണ്ടേ, അതിൻ്റെ ഒരു കുത്തിയേക്കേണ്ട ഒരു മടിക്കാണ്. പിന്നെ ഞാൻ ഇതന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ B7000 ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പഴയൊരു ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് സെയിൽ ചെയ്യാനും നല്ല വീഡിയോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒട്ടാനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു നമ്മുടെ ആ 2 ഭാഗത്തെ കാലുണ്ടല്ലോ, ആ ഭാഗം അങ്ങോട്ട് തിരിച്ചിടണം കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം അപ്പോൾ നമുക്ക് ആ കാലിൻ്റെ ഒരു വലിപ്പം കുറച്ച് കുറയും കണ്ടോ. ഇതുപോലെ തിരിച്ചിട്ടിട്ട് ആ നടുവിലുള്ള പീസ് നമ്മൾ അതിൽ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നേരിട്ടിട്ട് ബാക്കിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ, ഈ ഒരു വാലുള്ളത് കാരണം കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സമചതുരം ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്ത ബോയാണ് കേട്ടോ. ഈ വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് ചാനൽ തുടങ്ങിയ ടൈമിൽ. അപ്പോൾ ഇപ്പോൾ കാണാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും കൂടി ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്കൊരു കൊറിയൻ ടൈപ്പ് ക്ലിപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് OHP ഷീറ്റാണ് വേണ്ടത് കേട്ടോ. ഇതാണ് OHP ഷീറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ കട്ടിയുള്ളൊരു പേപ്പറിൽ ഒരു ലവ് ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ബോയാണോ അല്ലെങ്കിൽ ഏത് ഷേപ്പിലുള്ള ഇതാണോ ക്ലിപ്പാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരക്കുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി വരക്കുമ്പോൾ ഞാനിപ്പോൾ ചെറുതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഭാഗം മാത്രം വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ഭാഗം വരച്ചു കൊടുത്താൽ 2 ഭാഗത്തേക്കും നമുക്ക് ഒരുപോലെ ഷേപ്പ് കിട്ടും കേട്ടോ. ഇതിനി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കട്ടിയുള്ള, ഇതിപ്പോൾ കട്ടിയുള്ള പേപ്പറല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. കട്ടിയുള്ള പേപ്പറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെ പിന്നെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമ്മൾ വല്ല ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കേട്ടോ, ബ്ലേഡ് ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുക്കുക. ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ച് വരച്ച് നമുക്കങ്ങനെ കട്ട് വരുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ കത്രിക വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട്
പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കാണുന്നുണ്ടാവില്ല കേട്ടോ, പക്ഷെ എന്നാലും ഒരു ലവും അതിൻ്റെ മുകളിലായിട്ട് 2 സൈസിലുള്ള ലവ് ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഒരു ലവ് ഷേപ്പ് കൂടി വരക്കുക. എന്നിട്ട് ഈ മുകളിലുള്ള ലവ് ഷേപ്പ് ഉണ്ടല്ലോ, വലിയ ലവ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലവ് ഉള്ളിലുള്ള ലവ് വരക്കണം എന്ന് നിർബന്ധമല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ധാരണ കിട്ടും കേട്ടോ. ആ ഒരു ലവ് ഷേപ്പിൻ്റെ ഒന്നും കൂടി ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ ഒട്ടിക്കാൻ പറ്റുന്ന ഹാഫ് ബീഡോ അല്ലെങ്കിൽ സ്റ്റോൺ ചെയിനോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്കിത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം നമ്മൾ ഗ്ലൂ തേക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നതിൽ നമുക്ക് B7000 തന്നെ കേട്ടോ നല്ലത്, നമ്മുടെ ഗ്ലൂ ഗണ്ണിനേക്കാളും. ഇപ്പം എൻ്റെ അടുത്തുള്ള ഹാഫ് ബീഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലൂ ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഒന്നും കൂടി നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതാകുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്ന് ഒട്ടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലെ ഗ്ലൂ ആണെന്നുണ്ടെങ്കിലും നമ്മളൊന്നും കൂടി ഗ്ലൂ ഒക്കെ നേരെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു ഷേപ്പിന് തന്നെ ഒട്ടിക്കാൻ നോക്കുക. കണ്ടോ, ഒരു ഭാഗം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ ഭാഗം കൂടി ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം അപ്പുറത്തെ ഭാഗത്തും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഷേപ്പ് മാറിപ്പോവാതെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യുക. നിങ്ങൾ ഹാഫ് ബീഡ് ഓരോന്ന് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ. നമുക്ക് നടുവിലുള്ള ലവ് ഷേപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഉള്ളത്തെ ഭാഗം കട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇനി ഞാൻ സ്റ്റോൺ ചെയിൻ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ലെയർ ഇതിൽ വെച്ച് കൊടുക്കാൻ പറ്റും. 1 ലെയറോ 2 ലെയറോ എത്ര ലെയർ വേണമെങ്കിലും വെച്ച് കൊടുക്കുക. സ്റ്റോൺ ചെയിനും നമ്മളിതിൽ അളവ് നോക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ B7000 ഒക്കെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ സ്റ്റോണും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. വേറെ നമ്മുടെ സ്റ്റോണും ഇതൊക്കെ പിക്ക് ചെയ്യുന്ന വേറൊരു ഐറ്റം ഉണ്ട്, അതുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ ലവ് ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ നടുവിലുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ നോക്കുകയാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് നടുവിലെ കളയാൻ പറ്റുമോ എന്നുള്ളത്. സംഭവം ചൂടാകുന്നുണ്ട്, പക്ഷെ എല്ലാം കൂടി നമ്മൾ ഈ ഗ്ലൂ ആണെന്നുണ്ടെങ്കിലും ഇത് ചൂടാക്കുമ്പോൾ അതൊക്കെ മെൽറ്റാവും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേണ്ട, നമുക്കത് ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ കാണുന്നതൊക്കെ നമുക്കൊന്നിങ്ങനെ മെൽറ്റാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ഷീറ്റ് അങ്ങനെ പുറത്തേക്ക് കാണില്ല കേട്ടോ. ഉണ്ടോ, ഇതുപോലെ നമുക്ക് സൈഡിലൊക്കെ ഒന്നാലും ശരിയാക്കി കൊടുക്കാം. അപ്പോൾ ആ ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്നുകൂടി മെൽറ്റായിട്ട് അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ.
അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാം. നടുവിൽ എന്തായാലും നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് പല മോഡൽ ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ചും കൂടിയും ഭംഗിയും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ നമ്മുടെ ഹാഫ് ബീഡ് ഉണ്ടല്ലോ, ഹാഫ് ബീഡിൻ്റെയും ഇടയിലൂടെ കണ്ടോ ഇതുപോലെ നമുക്ക് സ്റ്റോൺ ചെയിൻ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അപ്പോൾ നമ്മൾ ബ്ലേഡ് കൊണ്ടാണെന്നുണ്ടെങ്കിലും കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇവിടെ കാട്ടിയ പോലെ തന്നെ നമ്മളൊന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കണ്ടോ നമ്മുടെ ലവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്സിലോ ഹെയർ ബാൻഡിലോ എന്തിലാണെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മളടുത്ത് മിസ്സായി പോയിട്ടുണ്ട്. നടുവിൽ സ്റ്റോൺ ചെയിൻ്റെ 2 ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. എനിക്കത് വെക്കാതെയാണ് ഒന്നും കൂടി ഭംഗി തോന്നിയത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പറയട്ടോ.